എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കുന്ന കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് ഒരു അരിപ്പയിലേക്ക് ആട്ട ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് ആട്ടയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. കാരണം ഈ ആട്ടയിൽ നന്നായിട്ട് തരികളുണ്ടാവുമേ. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലാക്കിയിട്ട് മാറ്റി വയ്ക്കാമേ. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. വേറൊരു ബൗളിലേക്ക് നമുക്കൊരു 3 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഒട്ടും നനവില്ലാത്തൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനിയുള്ള സാധനം എടുക്കുമ്പോൾ നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള സാധനങ്ങൾ മാത്രം എടുക്കാനായിട്ട് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാമേ. ഈ മുട്ടയുടെ മഞ്ഞക്കരുവൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് എസൻസുകൾ ചേർത്ത് കൊടുക്കാമേ. ഞാനിവിടെ 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1/2 ടീസ്പൂൺ വാനില എസൻസുമാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പൈനാപ്പിൾ എസൻസ് വേണ്ട, വാനില മാത്രം മതി എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കണേ. ഇപ്പോൾ നമ്മൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ബീറ്റർ മിക്സി ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ വിസ്ക് വെച്ചിട്ട് 4 മുതൽ 5 മിനിറ്റ് ടൈം വരുവേ നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്ലഫി ആയിട്ട് മിക്സായി വരാനായിട്ട്. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ. ഇപ്പോൾ ഈ ഓയിലോട് ചേർക്കുമ്പോൾ ഇത് രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുവേ. അങ്ങനെ ഈ സെപ്പറേറ്റ് ആയിട്ട് കിടക്കാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയെങ്കിൽ മാത്രമേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുകയുള്ളൂ. ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടാങ്കിൻ്റെ പൗഡർ കലക്കിയത് ചേർത്ത് കൊടുക്കാമേ. പൈനാപ്പിൾ ഫ്ലേവറുള്ള ടാങ്കിൻ്റെ പൗഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനിവിടെ കലക്കി ചേർത്ത് വിട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച പൊടി കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കാമേ. അപ്പോൾ പൊടി ഒരുമിച്ചിടാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഓവറായിട്ട് മിക്സിങ്ങും പാടില്ലേ. അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ്. പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് മിക്സ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയെടുത്തതാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ ടൂട്ടി ഫ്രൂട്ടിയും അത് 2 ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരി എടുക്കുമ്പോൾ നമ്മൾ കുരുവില്ലാത്ത മുന്തിരി എടുക്കാനായിട്ട് നോക്കണേ. പിന്നെ ടൂട്ടി ഫ്രൂട്ടി ഞാനിവിടെ 3 കളറും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ സ്ക്വയർ ടൈപ്പിൽ ട്രേ ആണ് ഞാൻ എടുത്തേക്കുന്നത്. 6 ഇഞ്ചിൻ്റെ ട്രേ ആണ്. ഓയിലും ബട്ടർ പേപ്പറും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത് അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ ഇത് കുക്ക് ചെയ്തെടുക്കാമേ. ഗ്യാസ് സ്റ്റോപ്പിലായതുകൊണ്ട് നമുക്കൊരു 45 മിനിറ്റ് ടൈം വന്നു നമുക്കിത് കുക്കായി കിട്ടാനായിട്ട്. നമുക്ക് ആദ്യം ഒരു 35 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം റെഡി ആയിട്ടുണ്ടെന്നുള്ളത്. കാരണം ഓരോരുത്തരുടെ പാത്രത്തിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ പാത്രത്തിൻ്റെ അതുപോലെ ഫ്ലെയിമിൻ്റെ അനുസരിച്ചിട്ടാണ്. അപ്പോൾ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഞാനൊരു 35 മിനിറ്റ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സെൻറ്റർ ഭാഗത്തൊരു കുഴിവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റിലാണ് എനിക്ക് റെഡി ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേക്കൊന്ന് മാറ്റിയെടുക്കാമേ. ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സോഫ്റ്റ് സ്പോഞ്ച് ആയിട്ടൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആട്ട വെച്ചിട്ടുള്ള കേക്കാണെന്ന് ഒരിക്കലും ആരും പറയുകയില്ല. അത്രയ്ക്ക് സോഫ്റ്റ് സ്പോഞ്ച് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഒരു തവണയെങ്കിലും റേഷൻ കടയിൽ നിന്ന് ആട്ട കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കണേ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ മിക്സിയുടെ ജാറോ ഒന്നുമില്ലാതെ നമ്മൾ ഈസി ആയിട്ട് ചെയ്തെടുത്ത കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.